നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ 7:00-ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നിഫ്റ്റി കഴിഞ്ഞ 5 ദിവസം കൊണ്ട് അതിൻ്റെ റീസെൻ്റ് ഹൈ ആയിട്ടുള്ള 21,300-ൽ നിന്ന് 700 പോയിൻ്റ് ഇടിഞ്ഞ ഒരവസ്ഥയിലാണ് ഉള്ളത്. പ്രധാനമായിട്ടും മെറ്റൽ സ്റ്റോക്കുകളിലും IT സ്റ്റോക്കുകളിലുമാണ് ശക്തമായിട്ടുള്ള ഫോള് കണ്ടത്. ഇന്നലെ അറ്റ്ലീസ്റ്റ് ബാങ്കിങ് സെക്ടറും മീഡിയ സെക്ടറും റിക്കവറി രേഖപ്പെടുത്തി. HDFC ബാങ്കിലോ ICICI ബാങ്കിലോ മറ്റു SBI ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ ഫർദറായിട്ടുള്ള സെല്ലിങ് ഇന്നലെ കണ്ടിരുന്നില്ല. പക്ഷേ മറ്റുള്ള എല്ലാ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനീസിലും പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുന്നുണ്ട്. കഴിഞ്ഞ 7 മാസത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ലെങ്ത്ത് കൂടിയിട്ടുള്ള ഒരു ഫോളാണ് നിഫ്റ്റിയിൽ കണ്ടിട്ടുള്ളത്. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം യൂറോപ്യൻ മാർക്കറ്റ് 3 ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. US മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഫോളിനാണുള്ളത്. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് കുറച്ചൊക്കെ റിക്കവറിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇന്നലെയും FIIs നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 3055 കോടി രൂപക്ക് അവർ FIIs വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ല് ചെയ്തു. എന്നാൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അതിൽ കൂടുതൽ ഏകദേശം ഒരു 3500 കോടി രൂപക്ക് ബൈ ചെയ്ത് മാർക്കറ്റിനെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ US നിന്നുള്ള GDP ഡേറ്റയായിരുന്നു വളരെ കീ ഈവൻ്റ് ആയിട്ടുള്ളത്. എക്സ്പെക്റ്റ് ചെയ്തത് 1.6% ഗ്രോത്ത് ആണെങ്കിൽ 1.3% ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ നിഫ്റ്റി ചെറിയ രീതിയിലൊരു റിക്കവറിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓൺലൈനിൽ നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരാം. ആദ്യം ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. അപ്പോളോ ഹോസ്പിറ്റൽ നെറ്റ് പ്രോഫിറ്റ് 77% ഉയർന്ന് 258 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 15% ഉയർന്നു. മുത്തൂറ്റ് ഫിനാൻസ് കമ്പനി പ്രോഫിറ്റ് 17% ഉയർന്നു 1056 കോടി രൂപ കരസ്ഥമാക്കി. മികച്ച ലോൺ ഗ്രോത്തും കമ്പനിയുടെ ലോൺ ഗ്രോത്ത് വർദ്ധിച്ചിട്ടുണ്ട് മുത്തൂറ്റ് ഫിനാൻസ്. ഭാരത് ഡൈനാമിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 89% വർദ്ധിച്ചു. റവന്യൂ 7% വർദ്ധിച്ചു. വെൽസ്പൻ കോർപ്പ് നെറ്റ് പ്രോഫിറ്റ് 20% വർദ്ധിച്ചു. റവന്യൂ 10% വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ കമ്പനിയുടെ കടം 1138 കോടി രൂപയിൽ നിന്ന് 387 കോടി രൂപയിലേക്ക് കടം കമ്പനി കുറച്ചു. സ്നോമാൻ ലോജിസ്റ്റിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 60% ഇടിവുണ്ടായിട്ടുണ്ട്. കമ്പനിയുടെ ലക്നൌവിലും കൊൽക്കത്തയിലുള്ള ലോജിസ്റ്റിക് പ്ലാന്റിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ടെന്നുള്ളതാണ് സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവായിട്ടുള്ള വശം. പക്ഷേ നെറ്റ് പ്രോഫിറ്റിൽ 60% ഇടിവാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രാജ് ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4% ഉയർന്നു. റവന്യൂ 1.5% ഉയർന്നു. ജിയോ ഫിനാൻസ് സർവീസ് ഇവർ UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ടും ബിൽ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടും പുതിയൊരു ആപ്പ് ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് കമ്പനി അറിയിച്ചു. ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, GST കൗൺസിൽ ഈ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ നമ്മുടെ യൂസറെല്ലാം തന്നെ നമ്മൾ ഈ പ്രീമിയം പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ GST കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ GSTയിൽ കുറവ് വരുത്താനായിട്ട് ഉള്ളൊരു ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായ രീതിയിൽ നമ്മൾ കുറച്ച് GST കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഷുറൻസ് കമ്പനികൾക്ക് അത് ഗുണകരമാകും. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നുള്ള ന്യൂസ്. സുവൻ ഫാർമ നെറ്റ് പ്രോഫിറ്റ് 56% ഇടിഞ്ഞു. റവന്യൂ 31% ഇടിഞ്ഞു. മിസ്റ്റർ ബെക്ടേഴ്സ് ഫുഡ് റവന്യൂ 17% ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 21% ഉയർന്ന് 460 കോടി രൂപ കരസ്ഥമാക്കി. ഭാരത് രസായൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 67 കോടി രൂപയാണ് ഇത്തവണ കരസ്ഥമാക്കിയത്. കഴിഞ്ഞ തവണ 30 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. റവന്യൂ 1.5% ഒരു വർധനവ് കണ്ടു. ഗുജറാത്ത് ആൽക്കലൈസ് കമ്പനി കഴിഞ്ഞ തവണ ഇവർ 71 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി ഈ തവണ 46 കോടി രൂപ ലോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കമ്പനിയുടെ റവന്യൂ 12% കുറവുണ്ടായി. സ്വാൻ എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 26 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 6 കോടി രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. വലിയ തോതിൽ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. റവന്യൂ 50% വർദ്ധിച്ചു. കേവൽ കിരൺ ക്ലോത്ത് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% വർദ്ധിച്ച് 37 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 10% വർദ്ധിച്ചു. കിംസ് കമ്പനി ഇവർ ബാംഗ്ലൂരിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് ധാരണയായി. മോൾഡ് ടെക് പാക്കിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 21% കുറഞ്ഞ്
കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ റവന്യൂ 4% കുറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും. ന്യൂസുകൾ ഡിസ്കസ് ചെയ്യുന്നൊരു ടെലഗ്രാം ചാനലാണ്. കൂടാതെ ഇന്നത്തെ FIAസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റി, ഇന്നത്തെ ഇന്ന് FNO ബാൻ, അങ്ങനെ മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ബിസ്മേറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൻ്റെ ട്രേഡിംഗ് ഡിവിഷനായിട്ടുള്ള ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് തന്നെ നിങ്ങൾക്ക് ഒരു ബുക്ക് മാർക്കറ്റായിട്ട് മൊബൈലിലൊക്കെ വെക്കാനായിട്ട് സാധിക്കും. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 68,000, ഗോൾഡ് റിക്കവറി രേഖപ്പെടുന്നുണ്ട് $2,347 പെർ ഔൺസ്, ബ്രന്റ് ഓയിൽ $81 പെർ ബാരൽ. ഓസ്ട്രേലിയ കാണാൻ പോസിറ്റീവാണ്. ചൈന, കൊറിയ, ജപ്പാൻ എല്ലാം തന്നെ ചെറിയ റിക്കവറിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഡോ ഫ്യൂച്ചർ ഇപ്പോഴും നെഗറ്റീവാണ്. ഏറ്റവും താഴെ നിന്ന് മുകളിൽ കാണാം ഡാക്സ്, CAC 40, FTSE യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഡോയും നാസ്ഡാക്കും പ്രതീക്ഷ പോലെ റെഡിൽ അടച്ചു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ശക്തമായിട്ടുള്ള റിക്കവറിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈവൻ വിപ്രോ 3% ഇടിഞ്ഞു. എന്നാൽ എക്സിഡൻറ്റ് മാർക്കറ്റ് അവേഴ്സിൽ 0.78% ഒരു റിക്കവറി. അപ്പോൾ ഓൾ ടുഗദർ 2% ഇടിഞ്ഞു. ഇൻഫോസിസ് 1% ഇടിഞ്ഞിരുന്നു, എക്സിഡൻറ്റിൽ 1% കയറി. അപ്പോൾ ഇൻഫോസിസ് ന്യൂട്രലാണ്. ICICI എന്നാൽ ഇടിഞ്ഞിരുന്നില്ല, എക്സിഡൻറ്റിൽ കയറി. HDFC ഇടിഞ്ഞിരുന്നില്ല, എക്സിഡൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള ബാങ്കിങ് കമ്പനികളിലും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി നേരത്തെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത പോലെ തന്നെ ഇന്നലെ ക്ലോസ് ചെയ്ത ആ ഒരു അവസ്ഥയിൽ നിന്ന് നിഫ്റ്റി ഒരു 100 പോയിൻറ്റിൻ്റെ ഒക്കെ അടുത്ത് റിക്കവറി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അതേ ഓപ്പണിങ് നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ധാരണയില്ല. നിഫ്റ്റിയിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോള് 1,200 പോയിൻറ്റിൻ്റെ ഒരു റാലിക്ക് ശേഷം 700 പോയിൻറ്റ് ഫോളായ ഒരു അവസ്ഥയിലാണ് നിഫ്റ്റി ഉള്ളത്. അപ്പോൾ ഇനിയും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വിക്സ് സ്വാഭാവികമായ രീതിയിൽ 30 എത്തുമെന്നൊക്കെയാണ് ഈ തവണത്തെ എക്സ്പെക്റ്റേഷൻ. അതിപ്പോൾ നിൽക്കുന്നത് സ്റ്റിൽ 24 വിക്സ് സ്പൈക്ക് ആവാം. അതിനുള്ള എക്സിറ്റ് പോളിൻ്റെ ഫലമൊക്കെ വരാൻ ഇരിക്കുന്നതായിട്ടുള്ളൂ. അപ്പോൾ ആക്ച്വൽ ഗെയിമുകൾ ഇനി വരാനായിട്ട് ഉണ്ട്. സൂക്ഷിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.